ബംഗ്ലാദേശ് ഒരു സുൽത്താനേറ്റ് ആവാൻ പോവുകയാണ്. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ പാവ ഇനി ബംഗ്ലാദേശിൻ്റെ സുൽത്താനായി അറിയപ്പെടും. ഇത് വെറുതെ പറയുന്നതല്ല. ഈ ജൂലൈ മാസത്തിൽ, അടുത്ത മാസം ബംഗ്ലാദേശിൻ്റെ ഭരണഘടന റദ്ദാക്കി പുതിയ സിസ്റ്റം ഉണ്ടാക്കണമെന്നാണ് മുഹമ്മദ് യൂനുസ് പറയുന്നത്. അപ്പോൾ ഭരണഘടന റദ്ദാകുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇല്ലാണ്ടാവും. അതായത് ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻറ്റ് ഇല്ലാണ്ടാവും, പ്രസിഡൻറ്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ഇല്ലാണ്ടാവും, സുപ്രീം കോടതി ഇല്ലാണ്ടാവും, വേണ്ടി വന്ന സേനാ നേതൃത്വം പോലും വാക്കർ ഉസ്സമാൻ ഉൾപ്പെടെയുള്ള സൈനിക നേതാക്കന്മാർ പോലും ഇല്ലാണ്ടാവും. ആകെ മിച്ചമുണ്ടാവുക ഈ പുതിയ ഭരണഘടന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പഴയ ഭരണഘടന എടുത്തു കളയുന്ന മുഹമ്മദ് യൂനുസും അയാളുടെ കിങ്കരന്മാരുമാണ്. അപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട്, ഇപ്പോൾ ബംഗ്ലാദേശ് ആർമി പോലും ഇസ്ലാമിക് റവല്യൂഷണറി ആർമി IRA ആയിട്ട് മാറും. നമ്മൾ ഇറാനിൽ കാണുന്ന പോലെ. ഇറാനിൽ റവല്യൂഷണറി ഗാർഡ് ആണല്ലോ ഉള്ളത് എന്ന് പറയുന്ന പോലെ ബംഗ്ലാദേശിനെ ഒരു സമ്പൂർണ്ണ ഖലീഫേറ്റ്, സുൽത്താൻ ഭരണമുള്ള രാജ്യമായി മാറ്റാൻ തുർക്കി പോലെ, തുർക്കി പോലെ, തുർക്കിയിലാണല്ലോ ഖലീഫേറ്റ് ഉണ്ടായിരുന്നത്, തുർക്കി പോലെയുള്ള ഒരു രാജ്യമായി, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള പോലെ യൂനുസ് സുൽത്താനായിട്ട് മാറാനായിട്ട് ഇയാൾ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തകൻ സലാഹുദ്ദീൻ ഷൊയ്ബ് ചൗധരി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഖിലാഫത്ത് സ്ഥാപിക്കുമല്ലോ അവിടെ, ഖാലിഫേറ്റ്, അങ്ങനെ സ്ഥാപിക്കാനായിട്ട് അമേരിക്കയുടെ പിന്തുണ വേണം. അമേരിക്കയുടെ പിന്തുണ വേണം എന്നുള്ളത് കൊണ്ട് ചിറ്റഗോങ് തുറമുഖം അതിപ്പോൾ തന്നെ DP വേൾഡിന് കൊടുത്തു. അവിടെ ഒരു പുതിയ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാക്കിയത് DP വേൾഡ് എന്ന് തന്നെയാണ് ചൗധരിയുടെ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്. ചിറ്റഗോങ് തുറമുഖം, പിന്നെ മ്യാൻമാർ ട്രാൻസിറ്റ് കോറിഡോർ ഇടനാഴി, അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റഖീൻ മേഖലയിലുള്ള കോറിഡോർ സമ്മതിക്കില്ലെന്ന് വാക്കർ ഉസ്സമാൻ പറഞ്ഞിട്ടുണ്ട്. നോ ബ്ലഡി കോറിഡോർ എന്നാണ് സൈനിക മേധാവി പറഞ്ഞത്. വാക്കർ ഉസ്സമാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചർച്ചയുടെ അവസാനം നമുക്കത് ചർച്ച ചെയ്യാം. സെന്റ് മാർട്ടിൻസ് ദ്വീപ് അമേരിക്കയുടെ പണ്ട് മുതലുള്ള ആഗ്രഹമാണ്. സെന്റ് മാർട്ടിൻ ദ്വീപ് ഒരു ഇതാക്കി സൈനിക കേന്ദ്രമാക്കി. അത് മുമ്പ് ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോഴും ഒരു വെള്ളക്കാരൻ എന്നെ വന്ന് കണ്ടിരുന്നു. ഇത് വേണം, അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം വേണം, ക്രിസ്ത്യൻ രാജ്യം വേണം എന്ന് അവരും പറഞ്ഞിരുന്നു. അപ്പോൾ ഇയാൾ പറയുന്നത് ജൂലൈ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വരാൻ പോകുന്നുണ്ട്. ജൂലൈ പ്രഖ്യാപനം. ആ ജൂലൈ പ്രഖ്യാപനം വളരെ നിർണായകമാണ്. അത് സുൽത്താനാകുന്ന പ്രഖ്യാപനമാണ്. അന്ന് 1972 ഭരണഘടന മുജീബ് ഉണ്ടാക്കിയ ആ ഭരണഘടന മാറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിനെ യൂനുസ് എന്നിട്ട് വിപ്ലവ സർക്കാർ എന്ന് നാമകരണം ചെയ്യും. റെവല്യൂഷണറി ഗവൺമെൻറ്. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനെ നീക്കും. ബക്കർ ഉസ്സമാൻ പട്ടാള മേധാവിയെ നീക്കും. പട്ടാളത്തിൻ്റെ സ്ഥാനത്ത് ഇസ്ലാമിക് റവല്യൂഷണറി ആർമി വരും, IRA. ഇത് ഇസ്ലാമിക് കാലിഫേറ്റ് ആവും. ജൂലൈ ചാർട്ടർ എന്ന് പറഞ്ഞൊരു സംഗതിയെപ്പറ്റി ഇപ്പോൾ പിള്ളേർ പുതുതായിട്ടുണ്ടാക്കിയ പാർട്ടിക്കാരും ഒക്കെ പറയുന്നുണ്ട്. പിള്ളേരും ഒക്കെ ജൂലൈ ചാർട്ടർ, നാഷണൽ സിറ്റിസൺസ് പാർട്ടി, NCP. അതെ, അവർ പറയുന്നുണ്ട്. വെൽഫെയർ സ്റ്റേറ്റ്, ഇതൊരു ക്ഷേമരാഷ്ട്രമാണെന്ന് അയാൾ പ്രഖ്യാപിക്കും. അപ്പോൾ നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ ഈ വക്താക്കളൊന്നും ഇത് നിഷേധിക്കുന്നില്ല, മറച്ചു വയ്ക്കുന്നുമില്ല. കുറച്ചു കാലം അവർ അത് മറച്ചു വച്ചിരുന്നെങ്കിലും നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ ഹസ്നത്ത് അബ്ദുള്ള പറഞ്ഞു, ഇനി അവാമി ലീഗ് അപ്രസക്തമാണ്, അത് നാസികൾക്ക് തുല്യമാണ് ആ പാർട്ടി. മുജീബിൻ്റെ 1972 ഭരണഘടന അറബിക്കടലിലേക്ക് തള്ളും. പിന്നെ NCP നേതാവ് സാർസിസ് ആലം പറഞ്ഞു, ഈ ജൂലൈ ഡിക്ലറേഷൻ ഭാവിയുടെ ഭരണരേഖയായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ഹസീനയെ പുറത്താക്കിയ ശക്തികൾ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നിട്ട് ഒരു സർക്കാർ ഉണ്ടാകുന്നതിന് ഭയക്കും. ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് വേറൊരു സർക്കാർ ഉണ്ടായാൽ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെപ്പറ്റി യൂനുസ്. അതുമാത്രമല്ല, മുമ്പ് അവിടെ ഒരു പഠനം നടന്നിരുന്നു. അതായത് ഇപ്പോൾ ഈ ഒരു ഹിതപരിശോധന പോലെ ഒരു ഏജൻസി നടത്തിയിട്ട്, ആ ഏജൻസി വളരെ വിശദമായിട്ടൊന്നും നടത്തിയിട്ടില്ല, ആ ഒരു 5%, 10% ഒക്കെയാണ്
ഈ യൂനിസിനെ അനുകൂലിക്കുന്ന ആളുകളുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് നടന്നാൽ, സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ അവാമി ലീഗോ അല്ലെങ്കിൽ ഖാലിദാസിയയുടെ പാർട്ടിയോ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ അങ്ങനെ വേറൊരു ഗവൺമെൻറ് വരും എന്ന് ഏതാണ്ട് ഉറപ്പായതുകൊണ്ട് ഇതുപോലെ പിന്നെ യൂനിസിനെ മരത്തിലേക്കൊക്കെ വിട്ടാലോ, ഇതുപോലെ ഇപ്പൊ യൂനിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ, നേരത്തെ ഖലീദാസിയ ചെയ്തതും മറ്റേ ഹസീന ചെയ്തതും ഒക്കെ, കാരണം ശത്രുക്കളെയൊക്കെ ഇവർ വിധിച്ചിട്ടുണ്ട് കോടതികളൊക്കെ ഉപയോഗിച്ച്. അപ്പം അങ്ങനെ ഒരു സർക്കാരിനെ ഇവർ ഭയക്കുന്നത് കൊണ്ട് ഈ പണിയൊക്കെ ഈ ജൂലൈ ഡിക്ലറേഷൻ ഇതായിരിക്കും. 2025 ഈ കഴിഞ്ഞ ഫെബ്രുവരി 12 UN ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിൻ്റെ റിപ്പോർട്ടിലെ ചാപ്റ്റർ 6 6ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് മുഴുവൻ ക്രൂരതയും പീഡനവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അധ്യായം യൂനിസ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറുമല്ല. അപ്പോൾ ആ അധ്യായം വെച്ചിട്ട് തന്നെ യൂനിസിനെയും കൂട്ടരെയും വിചാരണ ചെയ്യാവുന്നതേ ഉള്ളൂ പുതിയൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റും ISIയും ചേർന്ന് നടത്തുന്ന പരിപാടികളാണിത്. തെരഞ്ഞെടുപ്പിൽ PNPയോ അവാമി ലീഗോ ജയിക്കും എന്നുള്ള ഉറപ്പാണ്. അവാമി ലീഗ് പക്ഷം മത്സരിക്കാൻ പറ്റാത്തവണ്ണം ഒക്കെ ആക്കി തീർത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണമെന്നില്ലല്ലോ. ഇപ്പോൾ അടുത്ത ഏപ്രിലോ മറ്റോ തെരഞ്ഞെടുപ്പ് വരും എന്ന് ഇയാൾ ഏപ്രിൽ നടത്താതാണ് പറയുന്നത്. അതിന് മുമ്പ് ജൂലൈ പ്രഖ്യാപനം വരുമല്ലോ, ഏപ്രിലിന് മുമ്പേ. അപ്പോൾ ഈ ഐക്യരാഷ്ട്ര കോർഡിനേറ്റർ, ബംഗ്ലാദേശിലേക്കുള്ള കോർഡിനേറ്റർ ഗ്വെയിൻ ലൂയിസ് ഇതിനെയൊക്കെ അനുകൂലിക്കുന്നുണ്ട്. പരിഷ്കാരം നടക്കട്ടെ എന്നാണ് ഈ കോർഡിനേറ്റർ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ പിന്തുണയ്ക്കുന്നൊരു നിലപാടിലാണ് UN എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത് എന്ന് ചൗധരി ലേഖനത്തിൽ പറയുന്നു. പിന്നെ UN ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വോക്കർ ടർക്ക് BBC സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് 2024 ജൂലൈ ഓഗസ്റ്റിൽ പട്ടാളം ഇടപെടേണ്ടതില്ല ഞങ്ങൾ പറഞ്ഞതാണെന്ന്, ഐക്യരാഷ്ട്രസഭ പറഞ്ഞതാണ്. അന്ന് പട്ടാളം ഇറങ്ങേണ്ട കാര്യമില്ല. ഇതല്ലാതെ തന്നെ ഞാൻ കണ്ടിരുന്നു ഇത് പറഞ്ഞു BBCയുടെ അഭിമുഖം. ഇന്നലെ ഈ നമ്മുടെ ഒരു ഓൺലൈൻ പോർട്ടൽ ഓപ്പ് ഇന്ത്യയും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടർക്ക് ഈ സോറോസിൻ്റെ ആളാണ്. ഈ അഭിമുഖം BBC ആയിട്ട് നടത്തിയിട്ടുള്ള ആൾ സോറോസിൻ്റെ ആളുമാണ്. അപ്പോൾ അമേരിക്കയുടെ പിന്തുണ ഏതാണ്ട് കിട്ടും ഇതിനൊക്കെ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ചിറ്റഗോങ് തുറമുഖം DP വേൾഡിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ലാൽമണിർ ഹാട്ടിൽ ചൈനയ്ക്ക് വിമാനത്താവളം പണിയാൻ കൊടുക്കും എന്ന് പറയുന്നത് അവസാനമായിട്ട് അമേരിക്കയ്ക്ക് തന്നെ ചിലപ്പോൾ കൈമാറാൻ സാധ്യതയുണ്ടെന്നും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഓർഡിനൻസ് ഫാക്ടറി. അപ്പോൾ ഇത് ഇനി പട്ടാളം ബക്കറുസ്മാൻ സമ്മതിക്കുമോ? പട്ടാളം യൂനിസിനെതിരെ നീങ്ങുമോ? ബക്കറുസ്മാൻ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. വിദേശ ഇടപാടുകൾ പറ്റില്ല, രാജ്യത്തിൻ്റെ പരമാധികാരം അടിയറ വെക്കുന്ന ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരു എലക്റ്റഡ് ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. അത് അല്ലാതെ യൂനിസ് ഗവൺമെൻറ്റിന്, ഒരു നോമിനേറ്റഡ് ഗവൺമെൻറ്റിന് ഇതിന് അധികാരമൊന്നുമില്ല എന്ന് വളരെ വ്യക്തമായി വാക്കർ ഉസ്മാൻ നേരത്തെ പട്ടാളക്കാരുടെ ഒരു യോഗത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളതാണ്. അദ്ദേഹം ഈ ജനുവരി 1 ഡെഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ്. ജനുവരി 1 പുതിയ സർക്കാർ, ഇലക്റ്റഡ് ഗവൺമെൻറ് വന്നിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യശാസനം. അതെങ്ങനെ നടപ്പാവും എന്നുള്ളത് നോക്കണം. ഭരണഘടന മാറുകയാണെങ്കിൽ ഭരണഘടന മാറും. ജൂലൈ പ്രഖ്യാപനം അങ്ങനെയുണ്ടെങ്കിൽ ജൂലൈയിൽ ഒന്നെങ്കിൽ വാക്കർ ഉസ്മാൻ ഇതിന് കീഴടങ്ങും, അതല്ലാന്നുണ്ടെങ്കിൽ വാക്കർ ഉസ്മാൻ യൂനിസിനെ പുറത്താക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതെ, അത് സംഭവിക്കണം. പട്ടാള അട്ടിമറിയോടെ നടക്കണം. ജൂലൈ പ്രഖ്യാപനത്തിൻ്റെ തലേന്നോ അതിനു മുമ്പോ. ഇപ്പം ഏതാണ്ട് ഈ ചിത്രം വ്യക്തമാണ്. ജൂലൈയിൽ തീരുമാനം അറിയാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.